എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ, അതായത് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. രാമാനുജ തേങ്ങ ഉടക്കടാ. അനുട്ടാ, അപ്പോൾ സക്രാത്തിൽ എത്തുന്നതിന് മുമ്പ്, അതായത് ആർട്ടിസ്റ്റിനോടൊക്കെ കഥ പറയുന്നതിന് മുമ്പ് സിദ്ധാർത്ഥായിട്ട് സംസാരിച്ച് ഇത് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ ഓക്കെ ആയതിനു ശേഷം പിന്നെ വിളിക്കുന്നത് നിന്റെ അടുത്താ. ഹലോ, ഞാൻ രാമൻകുട്ടിയാണ്. കാരണം ഇങ്ങനെയില്ല ഒരു ലൊക്കേഷൻ നമുക്ക് വേണം ഫസ്റ്റ് ഷെഡ്യൂളിൽ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമം പോവുക. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയില്ല പരിപാടികളായിരിക്കണം എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം എന്തായിരുന്നു നിന്റെ ഒരു ഹോംവർക്ക് അതിന്? ഇത് കണിയല്ല, കെണിയാ. ഞാനിവിടെ ഉണ്ടെന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? അനുട്ടാ, അപ്പോൾ സക്രാത്തിൽ എത്തുന്നതിന് മുമ്പ്, അതായത് ആർട്ടിസ്റ്റിനോടൊക്കെ കഥ പറയുന്നതിന് മുമ്പ് സിദ്ധാർത്ഥായിട്ട് സംസാരിച്ച് ഇത് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ ഓക്കെ ആയതിനു ശേഷം പിന്നെ വിളിക്കുന്നത് നിന്റെ അടുത്താ. കാരണം ഇങ്ങനെയില്ല ഒരു ലൊക്കേഷൻ നമുക്ക് വേണം ഫസ്റ്റ് ഷെഡ്യൂളിൽ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയില്ല പരിപാടികളായിരിക്കണം എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം എന്തായിരുന്നു നിന്റെ ഒരു ഹോംവർക്ക് അതിന്? സ്റ്റോറി ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കുറേ കേട്ട്, അപ്പോൾ ആ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു നാച്ചുറൽ ടൈപ്പിലുള്ള സ്ഥലങ്ങൾ വേണം, മലകൾ വേണം, നല്ലൊരു വൈബായിട്ടുള്ള നല്ലൊരു സ്ഥലം വേണം, ശാന്തമായ സ്ഥലങ്ങൾ വേണം, അങ്ങനെയെല്ലാം വേണം. അപ്പം നമുക്ക് മനസ്സിലായി ഇത് എവിടത്തേക്കാ പോന്നേന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ലൊക്കേഷൻ നോക്കാനായിരിക്കും മിക്കവാറും എന്നെ വിളിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഏകദേശം കൺഫേം ആയി. അപ്പം എല്ലാം കേട്ടിട്ട് സ്റ്റോറി വെച്ചിട്ട് നിങ്ങൾ ചോദിച്ചോട് എങ്ങനെയുണ്ട് ചോദിച്ചു. സൂപ്പർ, ഞാനില്ലെങ്കിൽ സൂപ്പർ, ഞാനില്ലെങ്കിൽ സൂപ്പർ ആയിട്ടിട്ട് പറഞ്ഞു. ആ ഇതിലിപ്പോൾ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പറ്റിയ ലൊക്കേഷൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റാക്കി തരാൻ പറഞ്ഞു. ഞാനപ്പോൾ 2-3-4 ഫ്രണ്ട്സുമാരുണ്ട്. അവരെല്ലാം ഓരോരോ എല്ലാവരും 5-10-15 കിലോമീറ്ററിന് അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ അവർക്കെല്ലാം വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു 3-4 ഫ്രണ്ട്സുമാർ നല്ല ലൊക്കേഷൻസ് കാണിച്ചു തന്നു. അത് രണ്ടൊന്നും കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമ്മളത് ക്യാൻസലാക്കി. പിന്നീട് എന്നിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി, ഞാൻ തന്നെ ആദ്യം ഒന്ന് പോയി നോക്കി, എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇന്ന ദിവസം ഇന്ന ആൾക്കാർ വരും. പക്ഷെ അതൊരു 1.5 വരവായിരുന്നു. അത് പോരാതെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 3 ദിവസമാണ് ചാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ചാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഫുഡൊക്കെ ഗംഭീര. അപ്പോൾ അറിയാം പല കാട്ടിൻ്റെ ഉള്ളിലെല്ലാം പോയിട്ട് വിറകൊക്കെ കത്തിച്ച് കഞ്ഞിയായിട്ടും ഉപ്മാവായിട്ടും അതൊക്കെ ആയിട്ട് ഇനി തന്നെ കുക്കുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീര ഫുഡാണ്, ആർക്കും ഒരു കുറവുമില്ല. അപ്പോൾ ലൊക്കേഷൻ നോക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം, പാചകം ചെയ്യണം, ഇടക്കും തലക്കും ലൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓടണം, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ എത്തിക്കണം. നീ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ്റെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, ചായ പോലും വെച്ചിട്ടില്ല. പക്ഷെ ഗംഭീര ഫുഡ്. ആ ഫുഡിൻ്റെ ഊർജ്ജം കൊണ്ടോ തോന്നുന്നു എനിക്ക് 1.5 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ, അതായത് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് നല്ല ക്ലൈമറ്റൊക്കെ വന്നതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണെങ്കിൽ എന്തരോ ഏതോ പാചകത്തിനൊരു കയ്യാട് പോലും ഇല്ലാണ്ട് 7 മണിക്ക് ചുക്ക് കാപ്പി. എന്തൊക്കെ ചേരുവകളാണ് അതിനകത്ത് ചേർത്തേന്ന് ഇപ്പോഴും രഹസ്യം. അത് എന്നോട് ചോദിക്കണം. ചുക്ക് കാപ്പീൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ പാല് കിട്ടാ സത്യം പ്രൊഡ്യൂസറെ ഒന്ന് ഹെൽപ്പാക്കാന്ന് വിചാരിച്ചു. 10 മണിക്കില്ല കട്ടൻ ചായ, അത് കുഴപ്പമില്ല, ഓക്കെ. പിന്നെ ഉച്ചക്കില്ല കഞ്ഞി, ചമ്മന്തി, പപ്പടം ചുട്ടതല്ലേ, മറ്റേ ഈ കനലിൻ്റെ അകത്തൊക്കെ ഇട്ട് ചുട്ടതല്ലേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് ചില ആൾക്കാർക്ക് പിടിക്കില്ല പെട്ടെന്ന്. അവിടെ കൊടുകാറ ഫുഡ് കൂറുകാര. പക്ഷെ അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും വീട്ടിൽ നിന്ന് പൊന്നി, റേഷനരി, കുറുവ ഇങ്ങനെയുള്ള പല അരികൾ എടുത്തിട്ടാണ് വണ്ടി കയറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ള അരികളൊക്കെ വെച്ചിട്ടാണ് കഞ്ഞി ആയത്. അപ്പോൾ ആ കഞ്ഞി കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. കടിച്ച വറ്റ്, നേരിയ വറ്റ്, ഒടിഞ്ഞ വറ്റ്, നീളൂല വറ്റ്, കുറേ വറ്റുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല രസകരമായിട്ടുള്ള ചമ്മന്തി, അപ്പോൾ കൊതിയാവുക, ചുട്ട പപ്പടം. പക്ഷെ അതൊക്കെ ഒരു നല്ല മൂഡായിരുന്നു അല്ലേ? അതൊരു 1.5 വൈവായിരുന്നു. നിങ്ങളെല്ലാം ക്യാമറ ആണെന്ന് വാക്കല്ലേ, ചുട്ടതാണല്ലേ എനിക്കെല്ലാവരും. അതേപോലെ ഈ പ്ലേറ്റ്, നമുക്ക് പ്ലേറ്റ് ഒന്നും അവിടെ കിട്ടിയില്ല. ഈ കാട്ടിലെ മറ്റേ അല്ല മറ്റേ ഒരു ഇലയാ, ഒരു ഇലയാ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ
വായലയല്ല അത് ഇലയാ വിഷ ഇലയല്ല അത് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഫുഡ് പോയ്സൺ അടിച്ചില്ല, നല്ല ഇലയാ. പക്ഷെ ആ ഇലേൻ്റെ അകത്ത് നമുക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ കുമ്പിളൊക്കെ ആക്കി കഞ്ഞിയൊക്കെ ആക്കി ചുട്ട പപ്പടമൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് കാലം ബാക്കോട്ടായ പോലെ നല്ലത്. അതേപോലെ തന്നെ ഈ രാത്രി ചപ്പാത്തി ചുട്ട ചപ്പാത്തിയിലേക്ക് എത്താനുള്ള പരിപാടി എങ്ങനെ? ഈ അതൊക്കെ കുഴക്കണ്ടേ? പറയടാ ഗ്യാസ് കയറുന്ന പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ നോൻ പറഞ്ഞ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും, സ്റ്റവ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ 2 ലിറ്റർ ഏകദേശം ഒരു മണ്ണെണ്ണയാണ് 6 കിലോ കൊടുത്തുനിന്ന് മണ്ണെണ്ണൊക്കെ വാങ്ങിച്ച് നമുക്ക് അടുപ്പിലുണ്ടാക്കാന്ന് പറഞ്ഞ് ഞാൻ അടുപ്പിൽ മണ്ണെണ്ണ കൊണ്ടുവച്ചത് കാര്യം സ്റ്റവ് കൊണ്ടേ സ്റ്റവ് ആക്കി തരാം സ്റ്റവ് എടുത്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചപ്പാത്തി മാവെല്ലാം കുഴച്ചത് പറയണ വേണ്ട. അപ്പോൾ അവിടെയുള്ള ഒരു സൗഹൃദം കൂടി എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി. കാരണം സത്യം പറഞ്ഞാൽ നമ്മളിപ്പം തിരിച്ച് വണ്ടി പോകുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പക്ഷെ ഒരു 2 ദിവസം കൂടി ഒന്ന് ഡിലേ ആക്കായിരുന്നു. കാരണം നല്ല വൈബ്, നല്ല കാമായിട്ട്. അപ്പം ഇപ്പം ഭക്ഷണം കിട്ടിയിട്ടില്ല, ലേറ്റ് നൈറ്റ് ഷൂട്ട്, അതൊക്കെ കൊണ്ട് 1.5 ദിവസം കൊണ്ടൊക്കെ തീർന്നു പറയാം. പക്ഷെ നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും നമ്മൾ 1.5 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയത് വലിയ ആയിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും നല്ല നമ്മളിപ്പോൾ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പോൾ ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ നല്ല ഗംഭീരമായിട്ട് പ്രൊഡ്യൂസറെ പൈസയും ലാഭിച്ചു കൊടുത്ത് നല്ല ഫുഡും കിട്ടി, ഹെൽത്തി ഫുഡും കിട്ടി. അതൊക്കെ എന്നോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. അയ്യോ